ജഗദീഷ് ഏട്ടൻ ഇത് എന്തിന്റെ കേടാ? ഡെഡ് ബോഡി അവര് കൊണ്ടുപോയെങ്കിൽ എന്താ? അവരുടെ ഏട്ടന്റെ ഡെഡ് ബോഡി അല്ലേ? ഏട്ടന്റെ ഡെഡ് ബോഡിയോ? എടീ, രാമേട്ടൻ മീശ മുളയ്ക്കാത്തൊരു പയ്യനല്ല. ഡെഡ് ബോഡി ഏറ്റുവാങ്ങി അവക്കൊണ്ട് ദഹിപ്പിക്കാനായിട്ട്. ഏട്ടനോടൊരു കുടുംബമുണ്ട്. അയാളുടെ ഭാര്യ എന്റെ ചേച്ചി, എന്റെ സ്വന്തം ചോര. ഇന്ദ്രജ കൊണ്ടുപോയതും സ്വന്തം ചോര തന്നെയാ. ജഗദീഷേ, ഒരു മരണം നടന്ന വീടാ. ഇനി ഇവിടെ കണ്ണീര് വീഴണ്ട. അച്ഛാ, ഇവളീ പറയുന്നതൊക്കെ. മാലതി പറഞ്ഞ എന്താ തെറ്റ്? ചില യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ നമ്മൾ കണ്ണടയ്ക്കരുത്. മരണമെന്ന് പറഞ്ഞ എന്താ? എല്ലാത്തിന്റെയും അന്ത്യം. അതിനപ്പുറം കണ്ടവരോ മടങ്ങി വന്നവരോ ഇല്ല. സ്നേഹിച്ച കൈകളെയോ ലാളിച്ച കുഞ്ഞുങ്ങളെയോ പിന്നെ ഓർമ്മയില്ല. മരിച്ചയാൾ പിന്നൊന്നും അറിയുന്നില്ല. മണ്ണിലടിയിലോ ചിതയിലെരിച്ചോ എന്നൊന്നും അറിയുന്നില്ല. 1000 പേർ കരയാനുള്ള രാജാവിനും ആരും കരയാനില്ലാത്ത യാചകനും ഒരേ വിധിയാ. അസ്ഥിയെടുത്ത് ഗംഗയിലൊഴുക്കാം. വെളിച്ചോറുരുട്ടി തർപ്പണം ചെയ്യാം. മീനിനും കാക്കയ്ക്കുമൊക്കെ വിശപ്പടക്കുമെന്നല്ലാതെ മരിച്ചയാളത് വല്ലതും അറിയുന്നുണ്ടോ? ഇല്ല. ഓരോരുത്തരും മരിച്ചു പോകുന്നതിന് മുമ്പ്, അതായത് ജീവിച്ചിരിക്കുമ്പോ നമ്മൾ കൊടുത്ത ഓരോരുള്ള ചോറിന്റെ വില വരില്ല 1000 ഉരുള ബലിച്ചോറിന്. മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മൾ കരയുന്നത് എന്തിനാ? അവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയാണോ? അല്ല. ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയാതെ പോയ കാര്യങ്ങൾ ഓർത്തുള്ള നമ്മുടെ തന്നെ പശ്ചാത്താപമാണ് കണ്ണീരായി പുറത്തു വരുന്നത്. അന്നെന്നോട് മാപ്പ് പറഞ്ഞപ്പോൾ ക്ഷമിക്കാമായിരുന്നു. കുറച്ചുകൂടെ സ്നേഹത്തോടെ ജീവിക്കാമായിരുന്നു. ജീവിതം ഇത്രയും ചെറുതാണെന്ന് അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരുപാട് പശ്ചാത്താപങ്ങൾ.